ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂടത്ത് റീഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാംഗോ മൊജിറ്റോ. അപ്പോൾ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മാംഗോ മൊജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മൊജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളിയുള്ള മാങ്ങയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വലിയൊരു നാരങ്ങയുടെ നീരാണ്. മൊജിറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല നാരങ്ങ നീര് ചേർക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പിന്നെ മൊജിറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീര് മാത്രമല്ല, പഞ്ചസാരയും കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി പുതിനയിലയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. ഫ്രഷ് പുതിനയില നോക്കി എടുക്കുക. ഇനി ചേർക്കുന്നത് സോഡയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലബ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഡ തന്നെ ചേർത്ത് വേണം മൊജിറ്റോ ഉണ്ടാക്കാൻ, അല്ലാതെ വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. മാങ്ങ നന്നായി അരഞ്ഞ് കിട്ടണം. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള സോഡ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ മൊജിറ്റോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പും അതുപോലെ മാങ്ങയും പുതിനയിലയും നാരങ്ങയൊക്കെ ഒരു മടിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഗ്ലാസ്സിലും ഉണ്ടാക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സോഡ കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം സോഡയും മാങ്ങയൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്തണം. അപ്പോൾ ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണം നമ്മൾ മൊജിറ്റോ സെർവ് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ 5-6 ഐസ് ക്യൂബ് വീതമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നാരങ്ങ സ്ലൈസ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടും ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പുതിനയില ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിനയില ചേർത്തിട്ടാണ് നമ്മളത് അരച്ചത്. എന്നാലും ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ പുതിനയില വെച്ച് കൊടുക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്തൊന്നത് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള മാംഗോ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും വെച്ചിട്ട് മൊജിറ്റോ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മൊജിറ്റോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്